ഓക്കെ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3-ലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ. സബ് ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പാർട്ട് സെക്കൻഡാണ് കേട്ടോ. ഇതിൽ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് അവെയർനെസ് തിയറി ഇൻ സൈക്കോളജി ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു ഇതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മപരിശോധന നടത്തുക, സെൽഫ് അവെയർനെസ്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിലും വന്നിട്ടുള്ള ചില തിയറികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളും അതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിലായിട്ട് പറയുന്നത്, ഈ ഒരു സബ് ചാപ്റ്ററിലായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം. സ്വന്തം ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ വിലയിരുത്തുന്ന പ്രക്രിയയാണ് ആത്മനിരീക്ഷണം. അപ്പോൾ എന്താണ് ഇൻട്രോസ്പെക്ഷൻ എന്നതിനെയാണ് കേട്ടോ നമ്മൾ എന്തെന്ന് പറയുക, ആത്മനിരീക്ഷണം എന്ന് നമ്മൾ പറയുക ഇൻട്രോസ്പെക്ഷനെയാണ്. ഓക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. സ്വന്തം ചിന്തകൾ ഉണ്ടാകും അല്ലെ, വികാരങ്ങൾ ഉണ്ടാകും. നമുക്ക് പലതരത്തിലുള്ള വിഷമം ഉണ്ടാകും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും, അങ്ങനെയായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ നമുക്കുണ്ടാകും. പിന്നെ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചിലരോട് ഇപ്പോൾ നമ്മൾ മക്കളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല, ചെറിയ കുട്ടികളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കുമോ നമ്മൾ നമ്മുടെ ഉപ്പാനോടോ അല്ലെങ്കിൽ ഉമ്മാനോടോ അല്ലെങ്കിൽ അങ്ങനെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ പെരുമാറുക അല്ലേ. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ വിലയിരുത്തുന്ന പ്രക്രിയയാണ് ആത്മനിരീക്ഷണം. ഓക്കെ. മനഃശാസ്ത്രത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ രീതി ഗവേഷണ സാങ്കേതികമായി ആദ്യമായി രൂപപ്പെടുത്തിയത് വിൽഹം വുണ്ടാണ്. ഓക്കെ. വിൽഹം വുണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മനിരീക്ഷണം എന്ന് പറയുന്ന സാധനം മനഃശാസ്ത്രത്തിൽ ആദ്യമായിട്ട് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ള ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് ആര്, വില്യം വുണ്ട് എന്ന് പറയുന്ന ആള്. ഓക്കെ. ആത്മനിരീക്ഷണം സ്വയംബോധത്തിലേക്ക് നയിക്കുകയും, സ്വയംബോധം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ ആരാണെന്നുള്ള ഒരു വിചാരത്തിലേക്ക് എത്തിക്കുകയും വ്യക്തികൾക്ക് അവരുടെ പെരുമാറ്റം അന്തർലീനമായ മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചിന്തകൾ, വികാരങ്ങൾ, പ്രേരണകൾ എന്നിവ മനസ്സിലാക്കാൻ അകത്തേക്ക് നോക്കുന്ന പ്രക്രിയയാണിത്. അപ്പം നമ്മളെപ്പറ്റി തന്നെ ഒരു വിലയിരുത്തലിലേക്ക് എത്തുക എന്നതിലേക്ക് സഹായിക്കുന്ന നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഒരു പ്രേരണ ഉണ്ടാകുന്നത് എന്നിവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് സ്വയം തിരിച്ചറിവിലേക്കും സാധ്യമായ പെരുമാറ്റ മാറ്റങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആത്മനിരീക്ഷണം എന്നിരുന്നാലും ആത്മനിരീക്ഷണം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചത്ര സാധാരണമല്ല. കാരണം ആളുകൾ പലപ്പോഴും ബാഹ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഉപയോഗിക്കുമ്പോൾ പോലും വ്യക്തികൾക്ക് അവരുടെ വികാരങ്ങളോ പ്രചോദനങ്ങളോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പോലും നമുക്കത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഈ വെല്ലുവിളികൾ ഉണ്ടായിട്ടും സ്വയംബോധം വർദ്ധിപ്പിക്കുന്നതിനും നമ്മെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ആത്മനിരീക്ഷണം ഒരു ശക്തമായ ഉപകരണമാണ്. അപ്പോൾ ഓക്കെ, അതായത് ഈ ആത്മനിരീക്ഷണം എന്ന് പറയുന്നത് പൂർണ്ണമായും വിജയമാണെന്നല്ല പറയുന്നത്. എന്നിരുന്നാൽ കൂടെ നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുക, ആ ഒരു ബോധം വർദ്ധിപ്പിക്കുക, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെങ്ങനെ വ്യത്യസ്തമാകുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉപകരിക്കുന്നുണ്ട്. പിന്നെ വില്യം വുണ്ട് ഇത് ആദ്യമായിട്ട് ഒരു പരീക്ഷണം നടത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആണല്ലോ. അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിൽ അത് നോക്കുമ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ടാവില്ല, ഉറപ്പല്ലേ. ഇപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന അന്ന് വലിയ സംഭവമായിരുന്ന കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ സംഭവമായിരിക്കണമെന്നില്ലല്ലോ. പണ്ട് നമ്മളൊരു പണ്ട് നമ്മളൊരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു സ്വിച്ച് ഫോൺ എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടത് സംഭവമായിരുന്നു. അത് ഈ കാലത്ത് സംഭവമാണോ? അല്ല. സോ അതേപോലെ തന്നെ ആ കാലത്ത് ഈ ഒരു ആത്മനിരീക്ഷണം എന്ന് പറയുന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ ആൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനൊക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്തിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ വാല്യൂ ഇല്ല. ഓക്കെ. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ, പിന്നെ എന്ത് ചെയ്തിട്ടുള്ള ജനൽ തൻ്റെ ഭക്ഷണവുമായുള്ള അസ്വസ്ഥമായ ബന്ധം മനസ്സിലാക്കാൻ തൻ്റെ മനഃശാസ്ത്രജ്ഞനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അമിതമായി ഭക്ഷിക്കുന്ന സമയത്ത് അവൾ അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടോ, ജസ്റ്റ് ജനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഒരു പേര് മാത്രമാണ് കേട്ടോ അത്. അല്ലാതെ നമ്മൾ മറ്റേ ജനൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ജനലല്ല, അതൊരു പേരാണ്. ഓക്കെ. അപ്പോൾ തൻ്റെ ഭക്ഷണവുമായുള്ള അസ്വസ്ഥമായ ബന്ധം മനസ്സിലാക്കാൻ തൻ്റെ മനഃശാസ്ത്രജ്ഞനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അമിതമായി ഭക്ഷിക്കുന്ന സമയത്ത് അവൾ ആത്മനിരീക്ഷണം നടത്തുകയും അമിത ഭക്ഷണം അവളുടെ ഉത്കണ്ഠയുമായി, പ്രത്യേകിച്ച് അടുത്തു വരുന്ന പരീക്ഷ പോലുള്ള സമ്മർദ്ദകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ നല്ല അമിതമായി ഭക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണ്, ഇവളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടെ അത് നോക്കിയ സമയത്ത് അവൾക്ക് മനസ്സിലായത് എന്താണ്, എക്സാമൊക്കെ വരുന്ന സമയത്ത്, എക്സാം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമുക്കൊരു എക്സാം വരുന്നത് മാർച്ച് 20-നാണ്. അപ്പോൾ ഉദാഹരണം ജനലിൽ
ഇപ്പോൾ നമ്മുടെ ഒപ്പം എക്സാം എഴുതുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ എക്സാം അവൾക്ക് വരാനായപ്പോൾ അവൾക്കൊരു മാർച്ച് 15 ആയപ്പോൾ അവൾ ഭയങ്കര ഫുഡടി. ഓക്കെ, അപ്പോൾ അവൾ ഫുഡ് അടിച്ച് അങ്ങനെ ഫുഡ് അടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്കണ്ഠ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഭക്ഷിക്കുന്നതായിട്ട് മനസ്സിലായി. അവൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട് അത് കാരണം. അപ്പോൾ ഈ തിരിച്ചറിവ് ഉപയോഗിച്ച് ജനലും അവളുടെ മനഃശാസ്ത്രജ്ഞൻ, അതായത് സൈക്കോളജിസ്റ്റും എന്ത് ചെയ്തു, തിരക്ക് പിടിച്ച ജീവിത രീതിയും ദീർഘദൂര യാത്രയും പോലുള്ള അവളുടെ ഉത്കണ്ഠയെ തുടക്കമിടുന്ന ഘടകങ്ങളെ തിരിച്ചറിയുന്നു. അപ്പോൾ അവൾക്ക് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ നോക്കി. അപ്പോൾ ദീർഘദൂര യാത്രകൾ വരിക, അതുപോലെ തന്നെ മറ്റിങ്ങനെയുള്ള എക്സാം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ സമയത്തൊക്കെയാണ് അവൾക്ക് സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ്സ് തീർക്കുന്നത് ഫുഡിലാണ്. അങ്ങനെ അവർ ചേർന്ന് വീടിന് അടുത്തുള്ള ഉയർന്ന ശമ്പളമുള്ള ജോലി കണ്ടെത്തുന്നതിലൂടെ അവളുടെ ജോലി ഭാരം കുറയ്ക്കുകയും ഷെഡ്യൂളുകൾ ഫലപ്രദമായി ക്രമീകരിക്കുകയും ചെയ്യുന്നതിലൂടെ അവളുടെ മാനസിക സുഖം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അപ്പോൾ ഇവിടെ തമാശക്ക് പറഞ്ഞോട്ടെ, ജനലിനോടെ എക്സാമിൻ്റെ പ്രശ്നമല്ല ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് എന്തായിരുന്നു, അവൾക്ക് ജോലി, അതായത് അവളുടെ ജോലിക്ക് പോകുന്ന സ്ഥലത്തിന് ദൂരമുണ്ട്, പിന്നെ അങ്ങനെ ജോലിയുടെ സ്ട്രെസ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അവളെ ബാധിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് അവൾ കൂടുതലായി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു, ജോലിയുടെ ഷെഡ്യൂളുകളിലൊക്കെ ഒരു മാറ്റം വരുത്തി അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ ആ ദൂരത്തിൻ്റെ ഒരു പ്രശ്നം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അവളുടെ പ്രശ്നം നോർമലായി. അപ്പോൾ എന്തുകൊണ്ട് എന്താണ് ഇൻട്രോസ്പെക്ഷനാണ് ഇവിടെ ചെയ്തത്, നിരീക്ഷണമാണ് ഇവിടെ നടത്തിയത്. സോ അതെന്ത് ചെയ്തു, അവളുടെ ആ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞു. അവൾ നോർമലായിട്ട് അവൾക്ക് ടെൻഷൻ ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതിനൊരു ഉദാഹരണം ജസ്റ്റ് പറഞ്ഞതാണ്. ഇനി അടുത്തത് സെൽഫ് അവെയർനെസ് തിയറിയാണ്. അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് അവെയർ ആയിരിക്കുക, ഒന്ന് ബോധവാന്മാരായിരിക്കുക. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടാവുള്ളൂ. ആത്മനിരീക്ഷണം എന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രചോദനങ്ങളെയും പരിശോധിക്കുന്ന പ്രക്രിയയാണ്. ഇത് സ്വയം ബോധത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആത്മനിരീക്ഷണം എന്താണ്, നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ വികാരങ്ങൾ എന്താണ്, നമ്മുടെ പ്രചോദനങ്ങൾ, നമുക്ക് മോട്ടിവേഷൻ തരുന്ന സാധനങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ പരിശോധിക്കുന്ന പ്രക്രിയയാണ് ആത്മനിരീക്ഷണം. ഇത് സ്വയം ബോധത്തിലേക്ക് നയിക്കുന്ന ഒരു സാധനമാണ്. 1972 ഷെല്ലി ഡ്യുവലും റോബർട്ട് വിക്ലുണ്ട് എന്നാണ് കേട്ടോ. ഞാനത് വിക്ലുണ്ട് എന്നാക്കി അതിൽ എഴുതിയപ്പോൾ അങ്ങനെ ആയതാണ്. മലയാളത്തിൽ വിക്ലുണ്ട് എന്ന് വായിച്ചാൽ മതി. ഇവർ രണ്ടുപേരും വികസിപ്പിച്ച സ്വയം ബോധ സിദ്ധാന്തം, അതായത് സെൽഫ് അവെയർനെസ് തിയറി അനുസരിച്ച് ഇവർ രണ്ടുപേരാണ് ഇത് കൊണ്ടുവന്നത്. നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തെ ആന്തരിക മാനദണ്ഡങ്ങളുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, സ്വയം ബോധം. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ സെൽഫ് അവെയർനെസ് തിയറി അനുസരിച്ച് എന്തായിരിക്കും, നമ്മളെ തന്നെ കേന്ദ്രീകരിക്കുക. നമ്മളിൽ തന്നെ ഒരു സെൻറ്ററാക്കിയിട്ട് നമ്മളെ തന്നെ മാത്രമായിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പെരുമാറ്റത്തെ ആന്തരിക മാനദണ്ഡങ്ങളുമായി, നമ്മുടെ ഉള്ളിലുള്ള കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാകും, അതുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഇവിടെ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്വന്തത്തെക്കുറിച്ചിട്ട് ബോധവാന്മാരാകുക. ഇവരുടെ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ആളുകൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അവരുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അവർ കൂടുതൽ സ്വയം ബോധവാന്മാരാവുകയും അവരുടെ പെരുമാറ്റം മാറുകയും ചെയ്യുന്നു എന്നാണ്. സ്വയംബോധം നിരന്തരം സംഭവിക്കുന്നില്ലെങ്കിലും അത് ഏകദേശം 18 മാസം പ്രായമാകുമ്പോൾ വികസിക്കാൻ തുടങ്ങുകയും നമ്മളെ തന്നെ വിലയിരുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഒരു 18 മാസം ആകുന്നതോടുകൂടെ തന്നെ നമ്മളെ പറ്റി ആലോചിക്കാൻ തുടങ്ങുന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഒരു 18 മാസം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി 12 മാസം ആകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു വയസ്സാകും. സോ അപ്പോൾ ഒരു 1.5 വയസ്സ് മുതൽ തന്നെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ബോധം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സ്വയംബോധം എന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് സ്വയംബോധം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, പ്രവർത്തനങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഈ കഴിവ് 2 തരത്തിലാണുള്ളത്. ഓക്കെ, ഒന്നാമതായിട്ട് സബ്ജക്റ്റീവ് സ്വയംബോധം എന്നുള്ളത്, അതായത് നമ്മുടെ അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് പരിശോധിക്കുന്നതിനെയാണ് പറയുക. അപ്പോൾ നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ഇതിലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പരിശോധിക്കുക. ഉദാഹരണമായി ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ നാം അനുഭവിച്ച വികാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഓക്കെ, അപ്പം അതായത് നമ്മുടെ അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് പരിശോധിക്കുന്നതിനാണ് കേട്ടോ പറയുക. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ നാം അനുഭവിച്ച വികാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെയാണത്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ നമ്മളെ നിരീക്ഷിക്കുന്നത് പോലെ നമ്മളെ തന്നെ പുറത്തു നിന്ന് കാണുന്നതിനാണ് പറയുക.
സബ്ജക്റ്റീവ് ഉണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്നത്. ഓക്കെ, നമ്മളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ട് കാണുക. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾ, നമ്മളല്ലാത്ത വേറൊരാൾ നമ്മളെ എങ്ങനെ കാണുക എന്നതിനെ പറ്റിയിട്ട് നോക്കുന്നതിനാണ് കേട്ടോ പറയുക. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തർക്കത്തിനിടയിൽ നമ്മുടെ ശബ്ദം ഉയർന്നു വരുന്നതും കോപം വർദ്ധിക്കുന്നതും ശ്രദ്ധിക്കുകയും അതിനെ കൂടുതൽ ശാന്തമായി സംസാരിക്കാൻ ക്രമീകരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് ഞാനിപ്പോൾ നല്ല സൗണ്ടിലാണല്ലോ, ഇപ്പോൾ വീട്ടിലൊരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഉദാഹരണം ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അടി നടക്കുകയെന്ന് വിചാരിക്കുക. സോ അപ്പോൾ നമ്മൾ ഭയങ്കര ഒച്ച ഇടുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കും ഞാൻ ഭയങ്കര ശബ്ദം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ശബ്ദമായിട്ട് റെഡി ആവില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ ശബ്ദം കുറയ്ക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. സ്വയം ബോധത്തിന് ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഏതൊക്കെ? പ്രസക്ത നിമിഷത്തിലെ പ്രവർത്തനങ്ങളും മനോഭാവങ്ങളും, അതാണ് ഒന്ന്. നിലവിൽ നാം എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവബോധമാണ് കേട്ടോ ഈ ഒരു പറഞ്ഞ സാധനം. പിന്നെ വികാരങ്ങളും രൂപഭാവങ്ങളും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ സന്തോഷം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും, ക്ഷോഭം ഉണ്ടാകും. അപ്പോൾ ഈ സമയത്തൊക്കെ തുടങ്ങിയ വികാരങ്ങളെ തിരിച്ചറിയണം ആദ്യം. അവയെ നാം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യലാണിത്. സ്വന്തം രൂപഭാവം, വസ്ത്രധാരണം എന്നിവയെക്കുറിച്ചുള്ള അവബോധമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവില്ലേ, ഞാനിപ്പോൾ ഏതുപോലത്തിലുള്ളതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പെണ്ണ് കെട്ടാൻ പോകുന്ന സമയത്തൊക്കെ പറയുമല്ലോ, നമ്മളാദ്യം നമ്മളെന്താണ് നമ്മളൊന്ന് കണ്ണാടി നോക്കി പോയിട്ട് കാണുന്നത് പെണ്ണിനെ വിലയിരുത്തിയാൽ മതി. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ആദ്യം രൂപം നമുക്കൊരു മനസ്സിലുണ്ടായിരിക്കണം, എന്നിട്ട് നമ്മൾ വിലയിരുത്തുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ആന്തരിക സംഘർഷങ്ങളും വിശ്വാസങ്ങളും, അതാണ് അടുത്ത്. മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന പരസ്പര വിരുദ്ധമായ ആഗ്രഹങ്ങളെയും വിശ്വാസങ്ങളെയും തിരിച്ചറിയലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ധാരണ, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ പെരുമാറ്റം അവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവബോധവും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്വയംബോധത്തിൻ്റെ അഭാവം അസ്വസ്ഥതയും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പറ്റിയിട്ടൊരു എന്തില്ല, നമുക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അൽഷിമേഴ്സ്, സ്കീസോഫ്രീനിയ, ഓട്ടിസം, തലച്ചോറ് പരിക്കേൽക്കുന്നവർ തുടങ്ങിയ അതായത് തലച്ചോറ് പരിക്കേൽക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തുടങ്ങിയ അവസ്ഥകളിലുള്ളവർ ഇത് പലപ്പോഴും കാണപ്പെടുന്നു. ഏത് സംഭവം? സ്വയംബോധത്തിൻ്റെ അഭാവം അസ്വസ്ഥതയും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സ്വയംബോധത്തിൻ്റെ അഭാവമുള്ള ആളുകളാണ് അൽഷിമേഴ്സ് രോഗികൾ അല്ലേ. അവർക്കിപ്പോൾ അവരാരാന്ന് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ ബാധിച്ച ആളുകൾ, അപ്പോൾ ഇവർക്ക് അവരുടെ സ്വയബോധത്തിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർ പലതും ചെയ്യാം. ഓക്കെ, അതാണ് കേട്ടോ ആ ഒരു ഇതിലായിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് ആയിട്ട് അതിലെന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ 3.3 മീൻസ് നമ്മൾ തേർഡ് സബ് ചാപ്റ്റർ ആണ് പറയുന്നത് സെൽഫ് പെർസെപ്ഷൻ തിയറി ആൻഡ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇത് മൊത്തത്തിൽ എന്താണെന്ന് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ നല്ല രൂപത്തിൽ വൃത്തിയായി പഠിച്ചിട്ട് തന്നെ അത് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്നുള്ളതാണ്. മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡാരിൽ ബെം വികസിപ്പിച്ച സ്വയം ധാരണ സിദ്ധാന്തം അനുസരിച്ച്, സെൽഫ് പെർസെപ്ഷൻ തിയറി അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ വികാരങ്ങളോ പ്രചോദനങ്ങളോ അവ്യക്തമായിരിക്കുമ്പോൾ ആളുകൾ അവരുടെ സ്വന്തം പെരുമാറ്റത്തെ നിരീക്ഷിച്ചുകൊണ്ട് അവയെ തിരിച്ചറിയുന്നു. മനഃശാസ്ത്രജ്ഞരായിട്ടുള്ള ആരൊക്കെ? ഡാരിൻ ബെം. ഓക്കെ, മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡാരിൻ ബെം വികസിപ്പിച്ച സ്വയം ധാരണ സിദ്ധാന്തം അനുസരിച്ച് എന്താ നടക്കുന്നത്? തങ്ങളുടെ വികാരങ്ങളോ അല്ലെങ്കിൽ പ്രചോദനങ്ങളോ അവ്യക്തമായിരിക്കുമ്പോൾ, അപ്പോൾ തങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രചോദിപ്പിച്ചത് എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആളുകൾ അവരുടെ സ്വന്തം പെരുമാറ്റത്തെ നിരീക്ഷിച്ചുകൊണ്ട് അവയെ തിരിച്ചറിയുന്നു. അപ്പോൾ അവർ സ്വന്തമായിട്ട് അതിനെ വിലയിരുത്തിയിട്ട് അത് തിരിച്ചറിയുന്നുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് മുൻകൂർ മനോഭാവങ്ങളില്ലാത്തപ്പോഴോ വികാരങ്ങൾ വ്യക്തമല്ലാത്തപ്പോഴോ ആളുകൾ തങ്ങളുടെ ബാഹ്യ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനോഭാവങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ ഉള്ളു ബ്ലാങ്ക് ആയിരിക്കും. ആ സമയത്ത് അവർ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യുക, തങ്ങളുടെ ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു സാധനമായിരിക്കട്ടെ ഇത്. അതായത് ആന്തരിക ചിന്തകളോ വികാരങ്ങളോ നേരിട്ട് അനുഭവപ്പെടാതെ തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് പോലെ തങ്ങളുടെ സ്വന്തം പെരുമാറ്റത്തെ ന്യായീകരിക്കുന്നതിലൂടെ മനോഭാവങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. നിങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളെ സഹായിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, എല്ലാവരെയും നല്ലപോലെ സഹായിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെ മുന്നേ ചിന്തിക്കാതെ കുറേ കഴിഞ്ഞ് ചിന്തിക്കുന്നു. ഇത് നമ്മുടെ സഹായ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വയം ധാരണയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് സെൽഫ് പെർസെപ്ഷൻ തിയറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളെപ്പോഴും അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു സുഹൃത്തിനെ സഹായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തോന്നുകയാണ്, അല്ല ഞാൻ ഇപ്പോൾ എല്ലാവരും സഹായിക്കുന്ന ഒരാളാണല്ലോ എന്ന് തോന്നൂലേ, ആ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ മുന്നേ ചിന്തിക്കാത്ത ഒരു കാര്യം കുറേ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമ്മുടെ സഹായ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വയം ധാരണയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഇത് മനസ്സിലാവുക. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ
കുട്ടികളോട് വളരെയധികം ഷൗട്ട് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളോടൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന, വളരെ എന്ത് ചെയ്തിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ് അല്ലേ എന്ന് ഞാൻ പിന്നീട് വിലയിരുത്തുക. അങ്ങനത്തെ ഒരു പരിപാടിക്കാണെന്ന് പറയാം സെൽഫ് പെർസെപ്ഷൻ തിയറി എന്ന് പറയാം. സ്വയം ധാരണ സിദ്ധാന്തം അനുസരിച്ച് ആളുകൾ തങ്ങളുടെ മുഖഭാവങ്ങൾ, ശരീരഭാഷ, പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുന്നതിനാണ് ഈ പറയുന്നത്. ഈ സിദ്ധാന്തം അനുസരിച്ച് വികാരങ്ങൾ പെരുമാറ്റത്തിൻ്റെ ഫലമാണ്. ആളുകൾ ചിരിക്കുന്നത് കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്, മുഖം ചുളിക്കുന്നത് കൊണ്ടാണ് അവർ ക്ഷുഭിതരാകുന്നത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ളത് പഠനങ്ങൾ ഇത് പിന്തുണയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സന്തോഷം അനുഭവിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിന് കാരണം അറിയാതെ തന്നെ അത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതുമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ വികാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ഈ ഫലം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഡാരൽ ബെമിൻ്റെ നിഗമനത്തെ പിന്തുണയ്ക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സെൽഫ് പെർസെപ്ഷൻ തിയറി. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിനെന്തൊക്കെ നമ്മൾ ഇംപ്ലിക്കേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്വയം ധാരണ സിദ്ധാന്തം അനുസരിച്ച് തങ്ങളുടെ മനോഭാവങ്ങളോ വികാരങ്ങളോ അവ്യക്തമായിരിക്കുമ്പോൾ ആളുകൾ അവയെ മറ്റുള്ളവർ കാണുന്നത് പോലെ കാണാൻ തുടങ്ങുന്നു. ബാഹ്യ സൂചനകളോ പെരുമാറ്റങ്ങളോ നിരീക്ഷിച്ചുകൊണ്ട് ആളുകളുടെ ആന്തരികാവസ്ഥകൾ അനുമാനിക്കാൻ സാധ്യമാണ്. സ്വയം ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് തങ്ങളുടെ മനോഭാവങ്ങൾ, ഓക്കെ, നമുക്കുള്ള മനസ്സിലുള്ള മനോഭാവങ്ങളോ വികാരങ്ങളോ അവ്യക്തമായിരിക്കുമ്പോൾ, അത് അവ്യക്തമായിരിക്കുന്ന സമയത്ത് ആളുകൾ അവയെ മറ്റുള്ളവർ കാണുന്നത് പോലെ കാണാൻ തുടങ്ങുന്നു. ബാഹ്യ സൂചനകളോ പെരുമാറ്റങ്ങളോ നിരീക്ഷിച്ചുകൊണ്ട് ആളുകളുടെ ആന്തരികാവസ്ഥകൾ അനുമാനിക്കാൻ സാധ്യമാണ്. സ്വയംധാരണ ഫലം വ്യക്തികൾക്ക് അവരുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പ്രധാനപ്പെട്ട സൂചനകൾ ശേഖരിക്കുകയും അവർ അനുഭവിക്കുന്ന വികാരങ്ങളോ മനോഭാവങ്ങളോ എന്താണെന്ന് മനസ്സിലാക്കാൻ അവ ഉപയോഗിക്കുകയും ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോഴോ പെരുമാറ്റം മാറ്റം വരുത്തേണ്ടി വരുമ്പോഴോ സ്വയം ധാരണ ഫലത്തിന് പ്രാധാന്യമേറുന്നുണ്ട്. മനഃശാസ്ത്ര ഗവേഷകർ വിവിധ തരം മനോഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും സ്വയം ധാരണ സിദ്ധാന്തം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ നിഗമനങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു തിയറിയാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ലിയോൺ ഫെസ്റ്റിംഗർ 1954 അവതരിപ്പിച്ച സോഷ്യൽ താരതമ്യ സിദ്ധാന്തം, അതായത് കമ്പാരിസൺ തിയറി അനുസരിച്ച് എന്താണ്, വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങളെയും കഴിവുകളെയും വിലയിരുത്തുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താണ്. ഇത് കൃത്യമായ സ്വയം വിലയിരുത്തലിന് സഹായിക്കുന്നു. ആകർഷണീയത, ബുദ്ധി, സമ്പത്ത്, വിജയം തുടങ്ങിയ മേഖലകളിൽ വ്യക്തികൾ തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നു. ഇത് അവരുടെ വ്യക്തിപരവും സാമൂഹികവുമായ മൂല്യം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. താരതമ്യങ്ങൾ സ്വയം വികസനത്തിന് പ്രചോദനമാകുമെങ്കിലും അവ അസംതൃപ്തി, കുറ്റബോധം അല്ലെങ്കിൽ വിനാശകരമായ പെരുമാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അതേ വയസ്സിലുള്ള, ഇപ്പോൾ എൻ്റെ വയസ്സിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, ആ ഒരു കൂട്ടുകാരനെ ഞാൻ കമ്പയർ ചെയ്യാണ്. അവൻ എന്നെക്കാട്ടിലും വിദ്യാഭ്യാസമുണ്ട്, അവൻ എന്നെക്കാട്ടിലും സ്കില്ലുകളുണ്ട്, അവൻ എന്നെക്കാട്ടിലും സമ്പത്തുണ്ട്. ഈ രൂപത്തിൽ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരിക, എനിക്ക് വളരെയധികം വിഷമമായിരിക്കും എനിക്ക് വരിക, അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് നമ്മളെക്കുറിച്ചിട്ട് നമ്മൾ വിലയിരുത്തുന്നതിനാണെന്ന് പറയുന്നത് ഈ ഒരു സെൽഫ് കമ്പാരിസൺ തിയറി എന്ന് പറയാം. എന്നാൽ നേരെ തിരിച്ച് ഞാൻ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാണ്. എങ്ങനെ, എന്നെക്കാളും താഴെയുള്ള ഒരാളായിട്ട് ഞാൻ കമ്പയർ ചെയ്യാണ്. ഞങ്ങളിപ്പം പഠിച്ചതാണ്, പക്ഷെ അവൻ എൻ്റെ അത്ര സ്കില്ലില്ല, അവൻ എൻ്റെ അത്ര വരുമാനം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ അവിടെ എനിക്ക് എന്തായിരിക്കും ഉണ്ടാവുക, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആയിട്ട് പലതരത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അവിടേക്ക് കറങ്ങാൻ പോകുന്നുണ്ട്, ഇവിടേക്ക് കറങ്ങാൻ പോകുന്നുണ്ട്, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ സാധാരണക്കാരാണ്, നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു വിഷമം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെൽഫ് കമ്പയർ ചെയ്തതാണ്. ആരായിട്ട്, ആ ഒരു ഇൻഫ്ലുവൻസറായിട്ട് നമ്മൾ കമ്പയർ ചെയ്തതാണ്. അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ കമ്പാരിസൺ തിയറിയിൽ വരിക. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത്, ഇത് അവരുടെ വ്യക്തിപരവും സാമൂഹികവുമായ മൂല്യം നിർണ്ണയിക്കാൻ സഹായിക്കുന്നുണ്ട്. താരതമ്യങ്ങൾ സ്വയം വികസനത്തിന് പ്രചോദനമാകുമെങ്കിലും അവ അസംതൃപ്തി, കുറ്റബോധം, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇൻഫ്ലുവൻസറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസംതൃപ്തി ഉണ്ടാവും, നമുക്ക് കുറ്റബോധം തോന്നുമോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വിനാശകരമായ പെരുമാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ഉണ്ടാകും. സമാനമായ ഉയർന്ന നേട്ടങ്ങളുള്ളവരുമായി തങ്ങളുടെ പുരോഗതി അളക്കുമ്പോൾ ഗുണകരമായ താരതമ്യങ്ങളായി സംഭവിക്കുന്നു. എന്നാൽ മികച്ചതായി തോന്നുന്നതിന് മോശമായ അവസ്ഥയിലുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അസ്വസ്ഥകരമായ അനുഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ സാമൂഹിക താരതമ്യങ്ങളിൽ സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പരമാവധി കമ്പയർ ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ തന്നെ ആവുക. എന്നിട്ട് നമുക്കുള്ള ആ ഒരു മാറ്റങ്ങൾ ബാക്കിയുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളെ പോസിറ്റീവായി ബാധിക്കുമെന്നുണ്ടെങ്കിൽ കമ്പയറിന് നിന്നാൽ മതി. ഓക്കെ, വ്യക്തികൾ അപ്വേർഡ് താരതമ്യങ്ങളിലും ഡൗൺവേർഡ് താരതമ്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അപ്വേർഡും ഡൗൺവേർഡ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള താരതമ്യങ്ങളുണ്ട്. അപ്വേർഡ് താരതമ്യങ്ങൾ എന്തായിരിക്കും? നമ്മളെക്കാൾ മികച്ചതായി കരുതുന്നവരുമായി താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല ആക്ടറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആക്ട്രസ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് കമ്പയർ ചെയ്യുക. ഇവർ അവിടേക്ക് പോകുന്നുണ്ടല്ലോ, ഇവിടേക്ക് പോകുന്നുണ്ടല്ലോ, ഇവരുടെ കയ്യിൽ നല്ല സമ്പത്തുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ അപ്വേർഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ സമാധാനം പോകും. പിന്നെ നെക്സ്റ്റ്, ഡൗൺവേർഡ് താരതമ്യങ്ങളിൽ നമ്മളെക്കാൾ മോശമായി കരുതുന്നവരുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നു. ഡൗൺവേർഡ് താരതമ്യങ്ങൾ പലപ്പോഴും സ്വയംബോധം വർദ്ധിപ്പിക്കുന്നുണ്ട്, എന്നാൽ അത് അഹങ്കാരത്തിലേക്കോ അഹന്തയിലേക്കോ നയിച്ചേക്കാം. അതേസമയം വ്യക്തിപരമായി ഭീഷണി ഇല്ലാത്ത താരതമ്യങ്ങളാണെങ്കിൽ അപ്വേർഡ് താരതമ്യങ്ങൾ ആദരവിന് കാരണമാകും. അപ്പോൾ അപ്വേർഡ് താരതമ്യം ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം പഠിച്ച ഒരാൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ഒരാൾ അവനിങ്ങനെ ഒന്നും ആവാതെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ട് എന്ന ഭാവത്തിൽ ഞാനിങ്ങനെ നടക്കുക, ഞാനതിൽ അഹങ്കാരിയാവുക, ഭയങ്കര അഹന്ത, എനിക്ക് ഭയങ്കര ജാട, ആ രൂപത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. നേരെ മറിച്ചിട്ട് ഞാനതിൽ സമാധാനം ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഞാനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അവനെ സഹായിക്കാൻ വേണ്ടി മുതിരാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അപ്വേർഡ് ഉണ്ട്, ഡൗൺവേർഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആദരവിന് കാരണമാകുന്നതാണ്. പിന്നെ ഡൗൺവേർഡ് താരതമ്യങ്ങൾ സ്വയം വിലയിരുത്തലിനെ മെച്ചപ്പെടുത്തുമെങ്കിലും അത് അപമാനവും അമിതമായ അഹങ്കാരവും ഉണ്ടാക്കുകയും ചെയ്യും. രണ്ട് തരം താരതമ്യങ്ങൾ നമ്മുടെ സ്വയം വിലയിരുത്തലിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണെന്നുണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവായ രൂപത്തിൽ എന്ത് ചെയ്യുക? അതിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ തിയോഡർ എന്നാണ് കേട്ടോ, ഇവിടെ തെഡോർന്നാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഒരിക്കലും അത് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതരുത്. തിയോഡർ റൂസ്വെൽറ്റ് താരതമ്യത്തെ, അതാണ് കേട്ടോ, തിയോഡർ റൂസ്വെൽറ്റ് എന്നാണ് ആളുടെ പേര്. താരതമ്യത്തെ സന്തോഷത്തിൻ്റെ കള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താരതമ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു കള്ളനായിട്ട് വിചാരിച്ചിട്ടുണ്ട് ആൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സാമൂഹിക താരതമ്യം സ്വയം വികസനത്തിന് പ്രചോദനമാകുമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അത് അസൂയ, സങ്കടം അല്ലെങ്കിൽ മേൽക്കോയ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അസൂയ എങ്ങനെ ഉണ്ടാവുക? അവൻ എന്നെക്കാളിലും സെറ്റപ്പായി കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടൊരു അസൂയ വരും അവനോട്. പിന്നെ സങ്കടം തോന്നുന്ന എപ്പോഴാണ്? അവൻ എന്നെക്കാളിലും സെറ്റപ്പായാലും എനിക്ക് തോന്നുന്നില്ലല്ലോ, അങ്ങനെ ഒരു വിഷമം വരും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴായിരിക്കും ഭയങ്കര മേൽക്കോയ്മ, ഞാനവനെക്കാളിലും സംഭവമാണല്ലോ എന്ന് എപ്പോഴാണ് തോന്നുക? ഞാനവനെക്കാളിലും ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നും. അപ്പോൾ ഇത് അതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളും ഈ വികാരങ്ങളെ നിയന്ത്രണത്തിൽ വയ്ക്കുമെങ്കിലും അവ അപ്രത്യക്ഷമായി പ്രകടമാകാം. പിന്നെ ഞാൻ അടുത്ത് പറയുന്നത്, ഐഡിയലൈസ് ചെയ്ത വ്യക്തികളുമായി മാത്രം താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും നെഗറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷപാതം മനസ്സിലാക്കുന്നത് ആളുകൾക്ക് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും പ്രചോദനാത്മകവുമായ താരതമ്യങ്ങൾ നടത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും മൊഡ്യൂളുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ആ ഒരു ഗൈഡിൻ്റെ ഒരു ഇതിലായിട്ടാണ് എന്നിട്ട് നമ്മൾ മൊഡ്യൂളുകളൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തരുന്ന ഡിസ്റ്റൻസിന് തരുന്ന ആ ഒരു സിലബസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടുപോയതുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ വ്യക്തത കിട്ടാത്തതോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു നമ്പറിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ എനിക്കും എക്സാം ഉണ്ട് ആ ഒരു സമയത്ത്. സോ ആ സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വോയിസ് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വേഗം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അധികവും ഞാൻ എന്ത് ചെയ്യലുണ്ട്, പെട്ടെന്ന് തന്നെ റിപ്ലൈസ് ഒക്കെ തരലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.